ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കിവിടെ സുഖമൊന്നും അല്ലായിരുന്നു. 3 ദിവസമായിട്ട് ഞങ്ങളുടെ ഈ ഏരിയ ഫുള്ള് വെള്ളത്തിലായിരുന്നു. നമ്മൾ 4 വശവും വെള്ളം, ഒരു സൈഡ് മാത്രം ഓപ്പൺ ആയിരുന്നു. പക്ഷേ കറണ്ടില്ല, വെള്ളമില്ല. കറണ്ടില്ലാത്തതുകൊണ്ട് എന്തായാലും വെള്ളമില്ലല്ലോ. നമ്മൾ കിണറ്റിൽ നിന്ന് നമ്മുടെ ആവശ്യത്തിനൊക്കെ കോരിയെടുക്കുന്നത്. പിന്നെ മഴ പെയ്യുന്നുള്ളതുകൊണ്ട് മഴവെള്ളം ഇതൊക്കെ ആയിട്ടായിരുന്നു മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു 2 മണിക്കൂറായിട്ടുണ്ടായിരിക്കും കറണ്ട് വന്നപ്പോൾ തന്നെ ഒരു ആശ്വാസം. എന്നാലും വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നമ്മുടെ ഏരിയയിൽ നിന്ന്. എൻ്റെ വീടിൻ്റെ തൊട്ട് അടുത്ത വീട് വരെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 ദിവസമായിട്ട് നമ്മളിങ്ങനെ ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. അപ്പോൾ ഇന്ന് അടുക്കളയിലേക്ക് വന്നത് കുക്കിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കിച്ചണെല്ലാം ഒന്ന് വൃത്തിയാക്കി. കുറേ വെള്ളം ഇല്ലാത്തതിൻ്റേതായിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അങ്ങനെ തുണിയൊക്കെ വാഷ് ചെയ്ത് അങ്ങനെ ഓരോരോ പണികളായിട്ട് ഇങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. കറണ്ട് വന്നപ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമായി. ഓക്കെ, കറണ്ട് വന്നല്ലോ എന്നുള്ളത്. അപ്പം ടാങ്കൊക്കെ അടിച്ചിട്ടു. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൻ്റെ പ്രശ്നം എന്താണ് ഏതാണെന്നൊക്കെ. ഞങ്ങൾ താമസിക്കുന്ന കോഴഞ്ചേരി മാരാമണ്ണ് പമ്പ റിവറിനോട് ചേർന്നാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ന്യൂസിലെല്ലാവരും കാണുന്നുണ്ടല്ലോ പമ്പയിലെ വെള്ളത്തിനെ പറ്റി. പമ്പയിലെ വെള്ളം പ്രസൻറ്റ് കുറച്ച് താന്നിട്ടുണ്ടെന്നൊക്കെയാണ് അറിയുന്നത്. എന്നാലും ഇപ്പോഴും ഒരു സിറ്റുവേഷൻ അങ്ങനെ കറക്റ്റായിട്ടില്ല. നമുക്ക് ഈ ഉരുൾപൊട്ടൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാം പമ്പയിലേക്ക് വന്നാണ് എല്ലാം കൂടെ മറിയണത്. അപ്പോഴാണ് നമുക്ക് വെള്ളം പൊങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. എന്തായാലും ഇപ്പം വലിയ പ്രശ്നമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നു. അന്വേഷിച്ച എല്ലാവരോടും സന്തോഷം മാത്രം. സേഫായിട്ടിരിക്കുന്നു കേട്ടോ. വീഡിയോസൊക്കെ പുറകാലെ ഇടാം. ഇപ്പം ഈ കറണ്ടില്ലാതും നമ്മൾ ഈ പല വീടുകളിലൊക്കെ കറണ്ടുള്ള വീടുകളിലൊക്കെ പോയി മൊബൈൽ ചാർജ് ചെയ്തും അങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. ഇപ്പം എന്തായാലും കറണ്ട് വന്നു. അപ്പോൾ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങാം കേട്ടോ. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.